സ്കൂൾ വിപണിയിൽ സംസ്ഥാന സർക്കാർ ഇടപെടുന്നതിന്റെ ഭാഗമായി സപ്ലൈകോ ആരംഭിക്കുന്ന ഫെയറിൽ 15 മുതൽ 50% വരെ വിലക്കുറവ് ലഭിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി GR അനിൽ പറഞ്ഞു. സ്കൂൾ ഫെയർ 2025 സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഫോർട്ടിലെ പീപ്പിൾസ് ബസാറിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ബാഗ്, കുട, നോട്ട്ബുക്ക്, ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങൾ മേളയിൽ ലഭിക്കും. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ചെലവ് കുറച്ച് പൊതുസമൂഹത്തിന് പരമാവധി സഹായം നൽകുക എന്നതാണ് ലക്ഷ്യം. സപ്ലൈകോയും സഹകരണ സ്ഥാപനങ്ങളുമടക്കം നടത്തുന്ന വിപണി ഇടപെടൽ മാതൃകാപരമാണ്. ന്യായവിലയ്ക്ക് ഉന്നത ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ താലൂക്ക്, ജില്ലാതലങ്ങളിൽ ഫെയറിലൂടെ ലഭ്യമാകും. 172 പേജുള്ള 31 രൂപ MRP ഉള്ള ശബരി നോട്ട്ബുക്കുകൾ 28 രൂപയ്ക്കാണ് വിതരണം ചെയ്യുന്നത്. കോളേജ് പ്രീമിയം ബുക്കുകൾക്കും കുടകൾക്കുമെല്ലാം ഇതേ രീതിയിൽ വിലക്കുറവുണ്ടെന്നും പൊതുജനങ്ങൾ പരമാവധി ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. ആന്റണി രാജു MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശബരി നോട്ട്ബുക്ക്, ITC നോട്ട്ബുക്ക്, സ്കൂൾ ബാഗ്, കുട, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങി വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള എല്ലാ പഠനോപകരണങ്ങളും വിലക്കുറവിൽ ലഭ്യമാക്കും. ഗുണനിലവാരമുള്ള പഠനോപകരണങ്ങൾ മിതമായ വിലയ്ക്ക് ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന സ്കൂൾ മാർക്കറ്റുകൾ ജൂൺ 30 വരെ പ്രവർത്തിക്കും. എന്നാൽ അതോടൊപ്പം സ്കൂളുകൾ അനധികൃതമായി +1 പ്രവേശനം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ പ്രവേശനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 2-ന് കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. സർക്കാർ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവേശനം നടത്തിയാൽ സ്കൂളുകൾക്ക് അംഗീകാരം നൽകുന്നത് പോലെ തന്നെ അത് റദ്ദാക്കാനുമുള്ള അധികാരവും പൊതുവിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിൽ വിദ്യാഭ്യാസം കച്ചവടമാക്കി മാറ്റാമെന്ന് ആരും ചിന്തിക്കേണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം സ്കൂൾ സമയക്രമത്തിൽ മാറ്റം വരുത്തുന്നതിൽ തീരുമാനം പിന്നീട് അറിയിക്കുമെന്നും അദ്ദേഹം ഇതിനോടകം വ്യക്തമാക്കി. വിദഗ്ധ സമിതി റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. വിഷയത്തിൽ ചർച്ച നടന്നു വരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. യോഗത്തിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. MLA മാരായ H സലാം, MS അരുൺകുമാർ, ദലീമ ജോജോ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MV പ്രിയ, ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ്, ആലപ്പുഴ നഗരസഭ അധ്യക്ഷ KK ജയമ്മ, മണ്ണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് TV അജിത് കുമാർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S ഷാനവാസ്, ADM ആശ C എബ്രഹാം, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ RS ഷിബു, വിദ്യാഭ്യാസ ഉപഡയറക്ടർ EF ശ്രീലത തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സംഘാടക സമിതി ഭാരവാഹികളായി മന്ത്രിമാരായ വി ശിവൻകുട്ടി, സജി ചെറിയാൻ, P പ്രസാദ്, MP-മാരായ KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരെ രക്ഷാധികാരികളായും PP ചിത്തരഞ്ജൻ MLA-യെ ചെയർമാനായും MLA-മാരായ രമേശ് ചെന്നിത്തല, H സലാം, U പ്രതിഭ, MS അരുൺകുമാർ, ദലീമ ജോജോ, തോമസ് K തോമസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ, തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ എന്നിവരെ വൈസ് ചെയർമാൻമാരായും വിപുലമായ സംഘാടക സമിതിയായാണ് രൂപീകരിച്ചത്.